നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കുകയും അസഭ്യം വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ? ഞാൻ ആദ്യം ആ വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പറയാട്ടോ. നരേന്ദ്രമോദിയെ തല ഇറക്കടാ, അന്റെ തല വിട്ടടാ. വെള്ളിയാഴ്ച ദിവസം അന്റെ തല വെട്ടിരിക്കടാ. രാഷ്ട്രീയപരമായി എന്ത് എതിർപ്പും പ്രകടിപ്പിക്കാം, പക്ഷേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കുകയും അസഭ്യം വിളിച്ചു പറയുകയും ചെയ്യുന്ന തീവ്രവാദിക്കെതിരെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും പ്രതികരിക്കണം. ജാതിയും മതവും രാഷ്ട്രീയവും എന്തുമാവട്ടെ, ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഈ തീവ്രവാദിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഇവനെയൊക്കെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിച്ചാൽ ഈ രാജ്യവും ഈ രാജ്യത്തെ ജനതയും അപകടത്തിലാകും. അത് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരാൾ ഒരു വീഡിയോ ചെയ്തത്. നരേന്ദ്രമോദിയെ വധിക്കും എന്ന് പറഞ്ഞാണ് ആ വീഡിയോ ചെയ്തത്. അത് കേട്ട വാദി കേൾക്കാത്ത വാദി ഇത് മറ്റൊരാളുടെ അല്ലെ മറ്റൊരു സമുദായത്തിന്റെ നേരത്തേക്ക് എടുത്തെറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പരക്കം പാച്ചിലായിരുന്നു. എന്നിട്ട് എല്ലാവരും വീഡിയോ ചെയ്തു തുടങ്ങി. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഈ ആളിനെ ഒരു കാരണവശാലും ഇന്ത്യയിൽ ജീവിക്കാൻ വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിരുന്നു. നമ്മളെല്ലാം അവരുടെ ഭാഗത്താണ്. ശരിയാണ്, നമ്മളുടെ പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രീയമേതായിക്കോട്ടെ, അല്ലെങ്കിൽ മതമേതായിക്കോട്ടെ, ജാതി ഏതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, രാഷ്ട്രീയമേതുമായിക്കോട്ടെ, നമ്മൾ തെരഞ്ഞെടുത്ത നമ്മളുടെ പ്രധാനമന്ത്രി, നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. ആ പ്രധാനമന്ത്രിക്കെതിരെയാണ് വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഞാൻ പറഞ്ഞിട്ട് പുറം ലോകം കാണിക്കാൻ പാടില്ല. ഇവരെല്ലാം പിടിച്ച് അപ്പോൾ തന്നെ അകത്തിടണം. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഹെഡിങ് ശ്രദ്ധിച്ചു കാണും. ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ തീവ്രവാദിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതൊരു തീവ്രവാദി തന്നെയാണ്. ആ തീവ്രവാദിയെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നമ്മളുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനും ജാതിമത വെറി ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ നമ്മൾ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ കേട്ടവാദി കേൾക്കാത്തവാദി ഒരു വിഭാഗം ആൾക്കാർ മറ്റൊരു വിഭാഗത്തിന്റെ തലയിലേക്ക് ഇത് എടുത്തു വെക്കാൻ അല്ലെങ്കിൽ അവരെ അടിക്കാൻ കിട്ടിയ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. കുറച്ച് സമയത്തേക്കെങ്കിലും ആ സമയം കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തവും നിറഞ്ഞു കവിഞ്ഞു. ഒരു സമുദായത്തിനെതിരെ അങ്ങോട്ട് പള്ളുപറച്ചിലാണ്. അവരാണ് ഇതിന് പിന്നിൽ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം തലയറക്കുമെന്ന് പറയുന്നുണ്ട്. ആ വെള്ളിയാഴ്ച ദിവസം കൂടെ വന്നപ്പോൾ പിന്നെ പറയണ്ടായല്ലോ ഇത് ആരുടെ ദേഹത്തേക്കാണ് ഇത് പോയി വീഴുന്നത് എന്നുള്ളത്. ഈ പറയുന്ന പോലെ ഈ ഒരാൾ മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട് വീഡിയോ ചെയ്ത്. ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. അതിൽ പ്രശസ്തമായ നമുക്ക് നേരത്തെ അറിയാം ഈ ജെറുസലേമിൽ ഒരു അമ്മച്ചിയുണ്ട്. ആ ജെറുസലേം അമ്മച്ചിയെ കൊണ്ട് ആൾക്കാരെല്ലാം പൊറുതിമുട്ടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വർഗീയത മാത്രമേ പറയൂ. ഇപ്പോൾ അതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ജെറുസലേമിൽ പോവുക അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോവുക, അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരു വിഭാഗത്തിനെതിരെ അവിടെ ഇരുന്നുകൊണ്ട് വർഗീയത വിളമ്പുക എന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അതുവഴി റീച്ച് ഉണ്ടാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുമുണ്ട്. അതിൽ പുതിയൊരാൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ആളിനെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ആളിന്റെ വീഡിയോ നിങ്ങൾക്ക് കേൾക്കണം. പക്ഷേ ഞാൻ ആ ആളിന്റെ കൂടെയാണ്. ആ ആൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായ കാര്യങ്ങളാണ്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ആളിനെ പിടിച്ച് അകത്തിടുകയും വേണം. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്നും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. നായിന്റെ മോനെ അന്റെ തല ഇറക്കടാ, കള്ളടി മോനെ, അന്റെ തല വിട്ടടാ. വെള്ളിയാഴ്ച ദിവസം അന്റെ തല വെട്ടിരിക്കടാ, നായിന്റെ മോനെ മൈര. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ പോലും ഇത്തരത്തിൽ തുറന്ന രീതിയിൽ വധഭീഷണി മുഴക്കാൻ ഇത്തരക്കാർ തയ്യാറാകുന്നുവെങ്കിൽ, ധൈര്യപ്പെടുന്നുവെങ്കിൽ പ്രശ്നം വളരെ വളരെ ഗുരുതരമേറിയതാണ്. ഇതിനെതിരെ സംസ്ഥാന നേതൃത്വം തീർച്ചയായിട്ടും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, വിയോജിപ്പുണ്ടാവാം, വിമർശനങ്ങൾ ഉണ്ടാവാം. ആശയപരമായിരിക്കണം അത്. തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമേതുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ട് ഇവനൊന്നും ഇനി പുറം ലോകം കാണാൻ പാടില്ല. ഞാൻ ഈ ചേച്ചിയുടെ കൂടെയാണ്. ഈ പറയുന്ന ഇസ്രായേലിൽ നിന്നും ജെറുസലേമിൽ നിന്നും വീഡിയോ ചെയ്യുന്ന ഈ ചേച്ചിയോടൊപ്പമാണ് ഞാൻ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഇത്തരക്കാർ വീഡിയോ ഇടുന്നത് പ്രശ്നം എത്രത്തോളം ഗുരുതരമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. രാഷ്ട്രീയ പാർട്ടികളുള്ള ഭിന്നത ഇതാണോ കാണാൻ സാധിക്കുന്നത്? വ്യക്തമായ മതവർഗീയതയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ന്യായീകരണ തൊഴിലാളികളൊക്കെ വരും കേട്ടോ, ന്യായീകരിച്ചുകൊണ്ട് നന്മമരം കളിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരിതിനെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കേട്ടോ, സാധ്യതയും കൂടുതലാണ്. കാരണം ഇതിനടിയിൽ ഇയാൾ ഇട്ടിരിക്കുന്ന
ഈ രാജ്യദ്രോഹിയായ ജിഹാദി ഇട്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ ഇവനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കമന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. ഈ കൂട്ടർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് എന്താണ് ഇത്ര ചൊറിച്ചില്? നിങ്ങൾക്ക് ചൊറിച്ചില് വരുന്നെങ്കിൽ മാറിയിരുന്ന് ചൊറിഞ്ഞു തീർക്കാം. അത് തന്നെ, നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ മാറിയിരുന്ന് ചൊറിഞ്ഞു തീർക്കണം. അല്ലാതെ പ്രധാനമന്ത്രിയുടെ നെഞ്ചത്തോട്ടല്ല ഈ കയറേണ്ടത്. എന്നിട്ട് പ്രധാനമന്ത്രിയുടെ നെഞ്ചത്തോട്ട് കയറുക, അത് മറ്റൊരു സമുദായത്തിന്റെ മേളിലേക്ക് അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ അവരാണെന്ന് വരുത്തി തീർക്കുക. ഇതൊക്കെ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പറ്റിയ ഒരു കാരണമുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്തായാലും നമ്മുടെ ചേച്ചി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 1947 മതത്തിന്റെ പേരിൽ രാജ്യത്തെ, നമ്മുടെ ഭാരതത്തിനെ രണ്ടായിട്ട് വെട്ടിപ്പിളർന്നുകൊണ്ട് മതത്തിന്റെ പേരിൽ ഇവിടുന്ന് കൊണ്ടുപോയി. അപ്പൊ അതിൽ കുറെ പേര് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായ മതത്തിന്റെ പേരിൽ രാജ്യം വേണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോയി. അവിടെ അവര് താമസിക്കുന്നുണ്ട്. കുറച്ച് പേര് ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നാൽ മതി, ഭാരത സംസ്കാരം മഹത്തരമാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ മതി, ഞങ്ങൾ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്നുള്ള പേരിൽ കുറച്ച് പേര് ഇവിടെ നിന്നു. അവരൊക്കെ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ചുരുക്കം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ രാജ്യം ഭിന്നിച്ചപ്പോൾ കുറച്ച് പേര് മറ്റൊരു രാജ്യം ഉണ്ടാക്കി മറ്റൊരിടത്തേക്ക് പോയി, വേറൊരു കുറച്ച് പേര് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം തന്നെ മതി എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ത്യയിൽ തന്നെ തങ്ങി. അപ്പം ഇതിന്റെ എല്ലാം റൂട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോ ഇറങ്ങി നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇറങ്ങുന്ന വീഡിയോസാണ് ഇതൊക്കെ. ഈ വീഡിയോയിൽ കാണുന്ന ആളുടെ ഫേസ് കണ്ടിട്ട് ഇത് മറ്റേവനാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കുവോ? നമ്മൾ സാടാ കൂടഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ അങ്ങോട്ട് പണി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവനെ പിടിച്ച് അകത്തിടണം. അതാണ് എന്റെയും ഭാവം. ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് മറ്റൊരു വിഭാഗം മറ്റിടത്തേക്ക് പോയി, കുറച്ച് വിഭാഗങ്ങൾ ഇവിടെയുണ്ട്, അവർക്ക് ഇന്ത്യയുടെ സംസ്കാരം മതി എന്ന് പറഞ്ഞ് അവർ ഡീസന്റ് ആയിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവർക്കെല്ലാം ഏറ്റ കാരണത്തടിച്ച അടിയായിരുന്നു ഈ വീഡിയോയുടെ പിന്നീടുണ്ടായ കാര്യങ്ങൾ. അതിന് ബാക്കിയോടെ നമുക്കൊന്ന് കേൾക്കാം. ഭാരതത്തെ സപ്പോർട്ട് ചെയ്യുന്ന, ഭാരത സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന കുറച്ച് പേര് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അസഹിഷ്ണുതയുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് ഇവിടെ നിൽക്കുകയും വേണം. ആശയപരമായിട്ട് അവർ അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചോറ് എവിടെയും കൂർ അവിടെയും നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഇത്തരക്കാരുടെ ഉള്ളിൽ. ഇവർക്ക് ശക്തമായ മതവെറിയാണ് ഇവരുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് വേണം താനും, ഇന്ത്യയുടെ എല്ലാം അനുഭവിക്കുകയും വേണം. പക്ഷേ ഇവരുടെ കൂറ് മുഴുവൻ അയൽ രാജ്യത്ത്. അതുകൊണ്ട് പച്ചയായ ജിഹാദി തന്ത്രമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ, പച്ചയായ ജിഹാദി തന്ത്രമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴും നിങ്ങൾ ഓർക്കണം, ഇത് ആരുടെ തോളത്തോട്ടാണ് സംഭവങ്ങൾ പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എല്ലാം അനുഭവിക്കുകയും വേണം. പക്ഷെ ചോറ് ഇവിടെയും കൂറ് അവിടെയും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മളും അംഗീകരിക്കുന്നില്ല. ചോറ് ഇവിടെ കൊണ്ടിട്ട് കൂറ് മറ്റേടത്തും കൊണ്ട് കാണിക്കാൻ ശരിയാണോ? നിങ്ങൾക്കെല്ലാം ചിന്തിച്ച് കാണും. നമ്മൾ ഈ വലിയ ISROയിലും മറ്റേടത്തും മറിച്ചിടത്തും ഒക്കെ ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ രാജ്യത്തെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ ഏത് നാമധാരികളായാണ് രാജ്യത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതൊന്നും നമുക്ക് ഇവിടെ ഇപ്പം ചർച്ചയാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇത് ഒരു താടിയും മുടിയും ഒക്കെ വളർത്തിയ ഒരു മനുഷ്യനെ അങ്ങ് കണ്ടപ്പോഴത്തേക്ക് അത് മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഉറപ്പിച്ച് വന്നിരുന്ന് തകർക്കുകയാണ്. പക്ഷെ ഈ പറഞ്ഞതെല്ലാം കറക്റ്റ് കാര്യമാണ് കേട്ടോ. ആ ആളിനെ നമ്മൾ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് മതിയാകൂ. ഇല്ലെങ്കിൽ കാര്യം കൈവിട്ട് പോകും. നമ്മുടെ രാജ്യം പരസ്പരം ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആശയങ്ങളെ ആശയങ്ങളിലൂടെയാണ് നേരിടേണ്ടത്, അല്ലാതെ കൊലവിളികളിലൂടെയും ആയുധങ്ങളിലൂടെയല്ല. നമ്മുടെ രാജ്യത്തെ പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് ഇതിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്ത് സ്നേഹത്തോട് കഴിയുന്ന ആൾക്കാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നത്. അത് മറ്റൊരാളുടെ തലയിലേക്ക് ഇടുക, എന്നിട്ട് അതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അതിൽ നിന്ന് രാഷ്ട്രീയമായി മുതലെടുക്കാം, വർഗീയമായി മുതലെടുക്കാം. ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് അവിടെ മെനഞ്ഞത്. ആ തന്ത്രങ്ങൾ ഈ കേരളത്തിൽ വിലപ്പോവില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ വിലപ്പോവില്ല എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടണം. അത് ഞാൻ ഈ ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ കൂടെ ആദ്യം പോലെ പറയുന്നുണ്ട്. ഞാൻ ഈ ചേച്ചിയുടെ കൂടെ തന്നെയാണ്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല. അത് ഒരു നിയമ സംവിധാനത്തിന്റെ, രാജ്യത്തിന്റെ ഭരണഘടനയുടെ, ജനാധിപത്യ വിശ്വാസത്തിന്റെ സുരക്ഷയുടെ കാര്യമാണ്. ആ പ്രധാനമന്ത്രിയാണ് വെള്ളിയാഴ്ച ദിവസം തലയറക്കുന്ന രീതിയിലേക്ക് വീഡിയോ പ്രചരിപ്പിക്കാൻ ഇക്കൂട്ടർ തയ്യാറായിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ. വെള്ളിയാഴ്ച ദിവസം തലവെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഉറപ്പിച്ചു. വെള്ളിയാഴ്ച ദിവസം തലവെട്ടുമെന്ന് പറഞ്ഞാൽ ഇത് അവര് തന്നെ എന്നാ പിന്നെ നമ്മൾ വിടുവോ? വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതുപോലെ വീഡിയോ ചെയ്തു. കാള പറ്റൂ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ
ഒരുപാട് പേര് കയറെടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ ആളിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ വീഡിയോ ഇട്ടത് ആരാണെന്നുള്ളത്. പക്ഷെ അതിന് മുമ്പ് ഞാനൊരു ഫോട്ടോ ഇവിടെ കാണിക്കാം, നിങ്ങൾ പ്രത്യേകം കാണണം. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിചാരിക്കും അത് പ്രത്യേകിച്ച് പരപ്പനങ്ങാടി മലപ്പുറത്തുള്ള ആളാണ്. ഈ ആളിന്റെ പേര് മിഥുൻ എന്നാണ്. ഈ മിഥുനാണ് ആ വീഡിയോ ഇട്ടത്. ഇപ്പൊ ആർക്കും മിണ്ടണ്ട. ഇപ്പൊ ഞാൻ നോക്കുക സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളേ ഇല്ല. കാരണം എന്താ, ഇവർ ഉദ്ദേശിച്ചിടത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നിന്നില്ല, കാര്യം കൈവിട്ടുപോയി. വെച്ചാൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു പേരും കൂടെ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സോഷ്യൽ മീഡിയ ഇപ്പൊ കിടന്ന് കത്തിയേനെ, ജനൻ ടി വിയിലൊക്കെ ഭയങ്കര ചർച്ചകളൊക്കെ വന്നേനെ, ആ ഹാർപ്പിക്ക് ഹുസൈൻ വന്നിട്ട് അവിടെ കിടന്ന് മെഴുകിയേനെ, എന്ത് കാണണമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പോഴൊന്നുമില്ല, എല്ലാം കാറ്റുപോയ ബലൂണ് പോലെ ആയിപ്പോയി, ആള് മാറിപ്പോയില്ലേ. ഇതിനകത്ത് മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഈ ആളിനെ അറസ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, സാധാരണ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാമധേയം നിങ്ങൾ പ്രത്യേകം ഓർക്കണം, വേറൊരു പേരാണ്, ഇവർ ഉദ്ദേശിച്ച പേരല്ല ഇവിടെ വന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഒന്നുകിൽ മാനസിക രോഗിയാക്കും, ഉറപ്പായ കാര്യമാണ്. ഒന്നുകിൽ മാനസിക രോഗിയാകാൻ ചാൻസ് കൂടുതലാണ്, മാനസിക രോഗി ആക്കാനുള്ള ചാൻസും കൂടുതലാണ്. സാധാരണ നമ്മൾ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യും, ഒരു അറസ്റ്റ് നാടകം നടത്തും, അതിനുശേഷം മാനസിക രോഗിയാണെന്ന് മുദ്ര കുത്തുന്നത് നമ്മൾ ഒരുപാട് കേസുകെട്ടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർ ഒരിക്കലും പുറലോകം കാണാൻ പാടില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെയാണ് മാനസിക രോഗി ആക്കുമോ എന്നുള്ളത് നമുക്കിനി കണ്ടുവേണം അറിയാൻ. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ളവർക്കെല്ലാം നാമധേയം മാറുമ്പോഴത്തേക്ക് മാനസിക രോഗം കൂടും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. അപ്പം നമ്മളെല്ലാവരും മറുപടി പറഞ്ഞാലും അൻസാരി ഉസ്താദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ജാതി മത വ്യത്യാസം ഒന്നും നോക്കാതെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞ അൻസാരി ഉസ്താദ്. അൻസാരി ഉസ്താദ് ചിലതിനൊക്കെ മറുപടി കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി കൊടുക്കും, അത് നർമ്മത്തിൽ കലർന്ന രീതിയിൽ കൊടുക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് അതിന്റെ വശങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള മറുപടികൾ കൊടുക്കാറുള്ളൂ. എന്തായാലും അൻസാരി ഉസ്താദ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർക്കെല്ലാം ഇങ്ങനെയുള്ള മറുപടി അർഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കാള പെറ്റു എന്ന് പറഞ്ഞ് കയറെടുത്ത് ഉടനെ തന്നെ ഒരു സമുദായത്തിന്റെ തലയിലേക്ക് ഇത് അടിച്ച് ഏൽപ്പിച്ച് തകർത്ത് കളയാന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തവർക്കെല്ലാം ഉള്ള മറുപടി അതിലുണ്ട്. അടാ പൊന്നുമക്കളെ, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി. നമസ്കാരം, ശ്രീജരായാണ്. ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്. അവിടെ നായിന്റെ മോദിയ മൈര എന്റെ തല അറക്കടാ, കള്ള കൊലയാടി മോനെ, എന്റെ തല വെട്ടടാ, വെള്ളിയാഴ്ച ദിവസം എന്റെ തല വെട്ടിരിക്കടാ നായിന്റെ മോനെ. നരേന്ദ്രമോദിയുടെ തല ഇറക്കുമെന്നാണ് ഈ മെനകെട്ട മറ്റേ ഉണ്ടായവൻ പറയണത്. നമുക്ക് എല്ലാരും കേൾക്കാല. അതും വെള്ളിയാഴ്ച ഇറക്കുമെന്ന്. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത ഉണ്ട്. അങ്ങനെ വെള്ളിയാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളിയാഴ്ച എന്നുള്ളൊരു കാര്യം വരുന്നത്, വെള്ളിയാഴ്ച അതിൽ പ്രത്യേകതയുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ ജുമാ ദിവസമാണ്. അവരുടെ തോളത്തേക്കാണ് ഇത്, ആദ്യമേ അവരിലേക്കാണ് ഈ പറഞ്ഞ വിരലുകൾ മൊത്തവും ചൂണ്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു വിഭാഗത്തിന്റെ മുന്നിലേക്കായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാളപെറ്റടനെ കയറെടുത്തെന്ന് പറഞ്ഞ പോലെ ചോര തിളച്ചുകൊണ്ട് എല്ലാവരും ഇറങ്ങി വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ആ വീഡിയോ ഒന്നും കാണാനില്ല. കാരണം എന്താണ്, നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും, പേര് മാറിപ്പോയില്ലേ, പേരിൽ ഒരു ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതുകൊണ്ട് ഇപ്പൊ ആർക്കും ഒന്നും സംസാരിക്കാനില്ല. എന്തായാലും ബാക്കി കേൾക്കാം. ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ്. വെള്ളിയാഴ്ച പ്രത്യേകത ഉണ്ട്. വെള്ളിയാഴ്ച ആലോചിക്കണം, വെള്ളിയാഴ്ച മുസ്ലിമീങ്ങൾക്ക് ജുമാ പ്രാർത്ഥന ഉള്ളതാ. ഉറപ്പായിട്ടും അവനൊരു കോയായിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ തല വിട്ടു എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവനൊരു കോയായിരിക്കും, നിസ്സംശയം. അവൻ കോയാണ്, അവനെ പൂട്ടണം. ചെറിയ ചേട്ടനൊപ്പം ഞാനുണ്ട്. അവനൊരു മുറിയനായിരിക്കും, ഫുള്ളുള്ളവനല്ല, ചെത്തിയവൻ തന്നെ ആയിരിക്കും. പൂട്ടണം, അവനെ പൂട്ടണം, ഞാനുണ്ട് ഒപ്പം. ബാക്കി പറയണം. അതോടൊപ്പം ഈ നരേന്ദ്രമോദിനെ കൊല്ലും, അറക്കും, തലറക്കും എന്ന് പറഞ്ഞ അവന്റെ അഡ്രസ്, അവനെ തിരിച്ചറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സ് ഒന്ന് ഇടണം. അവനെ തിരിച്ചറിയട്ടാ, കമന്റ് ബോക്സിൽ ഇടുന്നുണ്ടാ. എനിക്കറിയാം, സത്യം കേട്ടു. പരപ്പനങ്ങാടിക്കാരൻ മിഥുന, എനിക്കറിയാം ചേട്ടാ. അവനെ പൊക്കി, ആ മുറിയനാണെന്ന് വിചാരിച്ച് അവന്റെ മുണ്ടങ്ങോട്ട് പൊക്കി നോക്കിയപ്പോഴേക്കും ദേ കിടക്കുന്നു. മുറിക്കാത്ത മിഥുനാണ്. പോസ്റ്റ് നോക്കി. എന്നതാവം ചെയ്തനി യശോദാ, എന്നതാവം ചെയ്തനി. എത്ര സ്വപ്നങ്ങളാണ്, എത്ര കാഴ്ചപ്പാടുകളാണ്, എത്ര പ്രതീക്ഷകളാണ് അസ്തമിച്ചു പോയത്. ജനൻ ടി വിയിലെ എടുത്തിട്ട് അലക്കി മറിച്ച് കളയേണ്ട ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എല്ലാം നശിപ്പിച്ച്. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ,
ആരിഫിനെ കൂട്ടേണം ജനൻ ടിവിയിൽ പോകേണോ ആരിഫിനെ കൂട്ടേണോ ജനൻ ടിവിയിൽ പോകേണം ജാമിദയെ കെട്ടിയെടുക്കണം ആകെ 3G പിന്നെ 4G പിന്നെ 3G ജി അവിടെ ഒരു വീഡിയോണ്ട് അതായത് അയ്യോ സുഡാപ്പി എല്ലാം ഇതിനാണ് അങ്ങനെ പരപ്പനങ്ങാടിയും ഇതിനാണ് ഇനി ഏത് കാശിന്റെ മോനാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടില്ല. വിചാരിച്ചവരെ നടന്നില്ലല്ലേ? താടി പരപ്പനങ്ങാടി മലപ്പുറം ഒക്കെ ആയപ്പോ എന്താ വിചാരിച്ച് കോയാണെന്നല്ലേ? തൂക്കി തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി തൂക്കി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളുടെ പ്രധാനമന്ത്രിയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്കെതിരെ ഒരാളിങ്ങനെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ, അതും കേരളത്തിൽ നിന്ന് തന്നെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ ജീവിക്കുന്ന ആളാണല്ലോ, ഇപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും വധഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടി ഉണ്ടാകണം. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും അതുപോലെ കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്യണം. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനി കോടതിയിൽ ഹാജരായി കഴിയുമ്പോൾ മാനസിക രോഗിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരുമോ എന്നുള്ള സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. അത് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് തള്ളിക്കളയാനും പറ്റത്തില്ല. എന്തായാലും ഈ നർമ്മത്തിന്റെ രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ ഉസ്താദിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടു, ഒരുപാട് പേരുടെ. പക്ഷെ നമുക്കതെല്ലാം കൂടി വീഡിയോയിൽ വെക്കാൻ പറ്റത്തില്ല. കാള പറ്റുമെന്ന് പറഞ്ഞ ഉടനെ കയറെടുത്തവർക്കെല്ലാം 8ന്റെ പണിയാണ് കിട്ടിക്കുന്നത്. ഉസ്താദ് പറഞ്ഞ പോലെ 3G 4G 3G ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വേഷം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ താടിയും ആ മുടിയും ആ വേഷവും ആ ഡയലോഗും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാ പിന്നെ ഇവരെ തകർത്തിട്ടേ ഉള്ള കാര്യം. അടിക്കാൻ കിട്ടിയ ഒരു വടിയായിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. യൂസ് ചെയ്ത് എന്തായാലും ഇത് ആളെ കണ്ടുപിടിച്ചപ്പോഴല്ലേ പണി പാളിയത്. ചെറിയൊരു വ്യത്യാസം പേരിൽ മാത്രം. എന്തായാലും ഇങ്ങനെ പറയുന്നത് ആരാണെങ്കിലും, ഇനിയിപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഒരു പ്രധാനമന്ത്രിക്ക്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. ഇതിനെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ച കുറച്ചു പേരുണ്ടല്ലോ, അവർക്കെല്ലാം ഈ പറഞ്ഞതുപോലെ 3G 4G 3G 8ന്റെ പണി കിട്ടി മൂഞ്ചിയിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.